അടുത്തത് സെർച്ച് എഞ്ചിനുകൾ. വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വെബ്സൈറ്റുകൾക്ക് പുറമെ വിവരങ്ങൾ തിരയുന്നതിനുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിലുണ്ട്. ഇത്തരം വെബ്സൈറ്റുകളെ സെർച്ച് എഞ്ചിനുകൾ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതാണ് ഗൂഗിൾ, യാഹൂ, ബിങ് തുടങ്ങിയവ ഇന്റർനെറ്റിലെ സെർച്ച് എഞ്ചിനുകളാണ്. ഇവ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. സെർച്ച് എഞ്ചിനിന്റെ പ്രത്യേകതയാണ് ചില ഫയലുകൾ കമ്പ്യൂട്ടറിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റും, ചില സൈറ്റ്, ചില ആപ്ലിക്കേഷനൊക്കെ. ചില ആപ്ലിക്കേഷൻ മൊബൈലിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ രണ്ടിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സെർച്ച് എഞ്ചിനുകൾ. ഇനി സെർച്ച് എഞ്ചിനുകളുടെയും മറ്റു സഹായങ്ങളുടെ ഇന്റർനെറ്റിലെ വിവരങ്ങൾ തിരയുന്ന പ്രവർത്തനത്തെയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിനുകൾ തുറക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനായി കാണുന്ന ബോക്സ് ആണ് സെർച്ച് ബോക്സ്. ഇതേപോലെ ഒരു ചതുരത്തിലൊരു ബോക്സ് ഉണ്ടാവും, അതിനാണ് സെർച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഒരു ചതുരത്തിലൊരു ബോക്സ് ഉണ്ടാവും അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ, അതാണ് അതിന്റെ ഈ ബോക്സ് ആണ് സെർച്ച് ബോക്സ്. വിവരങ്ങൾ തിരയുന്നതിനെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന വാക്കുകളാണ് കീവേഡുകൾ. ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയുന്നതും താഴെ നൽകിയിരിക്കുന്നു. ഉദാഹരണം, ഇന്റർനെറ്റിൽ നിന്ന് നമ്മുടെ സംസ്ഥാന ഫലമായ ചക്കയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഏതെങ്കിലും വെബ് ബ്രൗസർ തുറക്കുകയാണ് വേണ്ടത്. ഇനി താഴെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക. അഡ്രസ് ബാറിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിന്റെ വെബ് അഡ്രസ് ടൈപ്പ് ചെയ്ത് www കൊടുത്താൽ മതി. www.google.co.in ഗൂഗിൾ കൊടുക്കുക. എന്റർ അമർത്തുക. സെർച്ച് എഞ്ചിന്റെ ഹോം പേജ് ദൃശ്യമാകും. സെർച്ച് ബോക്സിൽ തിരയേണ്ട കാര്യം ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. അപ്പൊ ചക്കയാണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് കൊടുക്കുക. എന്റർ അമർത്തുക. അപ്പോൾ ചക്കയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ സെർച്ച് ബോക്സിന് താഴെ ലഭ്യമാകും. ഇവിടെ എങ്ങനെയായിരിക്കും? വൈ ജാക്ക് ഫ്രൂട്ട് ഗുഡ് ഫോർ യു, ന്യൂട്രീഷൻ, ബെനിഫിറ്റ്സ്, പിന്നെ ജാക്ക് ഫ്രൂട്ട് വിക്കിപീഡിയ. സെർച്ച് ബോക്സിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ലഭ്യമായ പേജാണ്. എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ടുമായിട്ട് ചക്കയായിട്ട് ബന്ധപ്പെട്ട ഓരോ സൈറ്റുകൾ ഇതിനകത്ത് വരും. അത് ആരൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്കുകളിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്നെങ്കിൽ വൈ ജാക്ക് ഫ്രൂട്ട് ഗുഡ് ഫോർ യു, ന്യൂട്രീഷൻ, ബെനിഫിറ്റ്സ്, പല ഗുണങ്ങളും അത് നിങ്ങൾക്ക് നല്ലതാണോ എന്നൊക്കെയാണ്. അടുത്തത് ജാക്ക് ഫ്രൂട്ടിനെ കുറിച്ചുള്ളതാണ്. എങ്ങനെ ജാക്ക് ഫ്രൂട്ട് എവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ജാക്ക് ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് എവിടെയാണ്, അതൊക്കെ കാണും. ഇനി ഇതിനകത്ത് ഒരു വെബ് പേജിൽ താഴെ ആദ്യത്തെ ജാക്ക് ഫ്രൂട്ട് വിക്കിപീഡിയ ഓപ്പൺ ചെയ്തെന്ന് എഴുതുക. ഇതാണ് ആ വിക്കിപീഡിയ ഓണായിട്ട് വരും. ഇടതുവശത്ത് വിക്കിപീഡിയ, മറ്റേ ജാക്ക് ഫ്രൂട്ട്. ദ ജാക്ക് ഫ്രൂട്ട് ആന്ത്രോകാർപ്പസ് ഹെട്രോഫിലിസിസ്, അതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഓൾസോ നോൺ ആസ് ജാക്ക് ട്രീ, ഫെന്നി, ജാക്ക് ഫ്രൂട്ട് or sometimes simply jack or jack. It is a special tree in the fig, mulberry and broadfruit family, native of South West India. South West ഇന്ത്യയിലാണ്. സൗത്ത് വെസ്റ്റ് ഇന്ത്യ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ, കൂടുതലും കേരളവും കർണാടകവും. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും കർണാടകത്തിലെ കാൻഡ്ര ജില്ല, ഗോവ വരെ കിടക്കുന്ന ജില്ലയാണ് കാൻഡ്ര. നോർത്ത് കാൻഡ്രയുണ്ട്, സൗത്ത് കാൻഡ്രയുണ്ട്. ആ തീരപ്രദേശത്താണ് ചക്ക കൂടുതലുണ്ടാവുന്നത്. വെബ് പേജിൽ ആവശ്യമായ വിവരങ്ങൾ കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. പേജ് മുഴുവൻ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ, ഇപ്പൊ വെബ് പേജിൽ കിട്ടിയ വിവരങ്ങൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യണമെന്ന് കരുതുക. ഓപ്പൺ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് പേജ് ആസ് ഓപ്ഷൻ കൊടുക്കുക. സേവ് പേജ് ആസ്. ആ പേജ് എങ്ങനെയാണോ അതിൽ കൊടുത്തേക്കണം അതേപോലെ സേവ് ആവും. ലഭ്യമായ ഡയലോഗ് ബോക്സിൽ അനുയോജ്യമായ ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അതിനൊരു മറന്നുമായിരിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ഇതിന് നമ്മൾ നമ്മുടേതായ പേര് കൊടുക്കുക, എവിടെയും സേവ് ചെയ്യുക. ചിത്രങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ഇമേജസ്, അതിന് താഴെ ഇമേജസ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. ജാക്ക് ഫ്രൂട്ട്സ്, പല വിധത്തിലുള്ള ജാക്ക് ഫ്രൂട്ടുകളുടെ ചിത്രങ്ങൾ ഉണ്ടാവും. ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിച്ച ചിത്രങ്ങൾ കാണുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചക്ക ഉണ്ടായിരിക്കണം, പിന്നെ ചക്ക മുറിച്ച് വെച്ചേക്കണേ, പിന്നെ ചക്കയുടെ ചുളകള്, അങ്ങനെ പല വിധത്തിലുള്ള, അത് ചക്കയിൽ തന്നെ പല വിധത്തിലുള്ള ചക്കകൾ ഉണ്ടാവും. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ചക്കകളല്ലാതെ ഇന്തോനേഷ്യയിലൊക്കെ വേറെ വിധത്തിലുള്ള ചക്കകളുണ്ട്. അത് ചെറുതായിരിക്കും, അധികം ഉയരം വരാത്തത്. ഒരാളുടെ ഉയരത്തിലൊക്കെ ചക്ക ഉണ്ടാകുന്ന പ്ലാവുകളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ നാടൻ ചക്കയുടെ അത്രയും ഗുണമേന്മയൊന്നും അതിനുണ്ടാവണമെന്നില്ല. അപ്പോൾ
ഇന്റർനെറ്റിൽ നിന്നും കോപ്പി ചെയ്യുമ്പോൾ ഇന്റർനെറ്റിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും നമുക്ക് കോപ്പി ചെയ്യാനുള്ള അനുമതിയില്ല. പകർപ്പ് അവകാശം ഇല്ലാത്ത വിവരങ്ങൾ മാത്രമേ നമുക്ക് കോപ്പി ചെയ്യാനാവൂ. ചിലത് പകർപ്പ് അവകാശം ഉണ്ടാവും, നിർമ്മിച്ചവർക്ക് മാത്രമേ കോപ്പി ചെയ്യാനുള്ള അധികാരമുള്ളൂ. പകർപ്പവകാശമുള്ള വിവരങ്ങൾ കോപ്പി ചെയ്യുന്നത് കുറ്റകരമാണ്. അതാണ് കോപ്പി ചെയ്യുന്നതിന് മുമ്പ് പകർപ്പവകാശമുള്ളതാണോ അല്ലേ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് നോക്കണം, അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് പറയും ഇത് കോപ്പി ചെയ്യാൻ പറ്റില്ല. വെബ് പേജിൽ ലഭ്യമാകുന്ന ചിത്രങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. ഇതിനായി കോപ്പി ചെയ്യേണ്ട ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ചിത്രം കൂടുതൽ വലുപ്പത്തിൽ ലഭ്യമാകും. ഇങ്ങനെ ലഭിക്കുന്ന ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജ് ആസ്, സേവ് പേജ് ആസ് പോലെ തന്നെ സേവ് ഇമേജ് ആസ്, ആ ഇമേജ് എങ്ങനെയാണോ അതേപോലെ സേവ് ഇമേജ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ ചിത്രത്തിന് നൽകേണ്ട പേര് നൽകി സേവ് ചെയ്യുക. നിങ്ങൾ പേര് നൽകിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് തന്നെ ഒരു സംഖ്യ ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും സംഖ്യ കൊടുത്തിട്ടുണ്ടാവും. അത് കമ്പ്യൂട്ടർ സ്വയം സ്വീകരിക്കുന്നതാണ്. ആ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു പേര് സ്വീകരിക്കും. മിക്കവാറും ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങളായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പേര് സ്വീകരിക്കാം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിച്ചാൽ അതിന് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റർനെറ്റ് തെരച്ചിൽ എളുപ്പമാക്കാൻ ഇന്റർനെറ്റിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കണ്ടെത്താൻ നിരവധി മാർഗങ്ങളുണ്ട്. ചില മാർഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. സെർച്ച് ബോക്സിന് താഴെയുള്ള ടാബുകൾ ഉപയോഗപ്പെടുത്തുക. നാം സെർച്ച് ചെയ്യുന്നത് ചിത്രങ്ങളോ വീഡിയോകളോ ആണെങ്കിൽ അത് മാത്രം വേർതിരിച്ച് തിരയാവുന്നതാണ്. ഇതിന് സെർച്ച് ബോക്സിന് താഴെയുള്ള ടാബുകൾ ഉപയോഗിക്കാം. ഇമേജസ്, വീഡിയോസ് കാണും, ഓൾ തന്നെ എല്ലാം. അതിന് ഇമേജസ്, പിന്നെ ന്യൂസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, മാപ്പ്, വീഡിയോസ്, മോർ. സെർച്ച് ഡയലോഗും ഫയൽ ടൈപ്പ് ഉൾപ്പെടുത്തി സെർച്ച് ചെയ്യുക. ഏത് ടൈപ്പ് ഫയലാണോ നാം തിരയുന്നത് അത്തരം ഫയലുകൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്നതിന് ഈ മാർഗം ഉപയോഗിക്കാം. ഉദാഹരണമായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട PDF ഫയലാണ് നാം തിരയുന്നത്, താഴെ പറയുന്ന മാർഗം ഉപയോഗിക്കാം. ഓൾ കൊടുക്കുക. ആ ഓളിനകത്ത് ജാക്ക് ഫ്രൂട്ട് ഐക്കർ സെൻട്രൽ കോസ്റ്റൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റഡ് ബൈ റിലേറ്റഡ് ആർട്ടിക്കിൾസ്, എ ഗൈഡ് ഓൺ ജാക്ക് ഫ്രൂട്ട് കൾട്ടിവേഷൻ ആൻഡ് വാല്യൂ അഡീഷൻ ടെക്നിക്കൽ ബുള്ളറ്റിൻ, പ്രിയാദേവി, സുനേത്ര ടലൂൽക്കർ, മഹിള ജൂലിയറ്റ് ഗുപ്ത, M തങ്കം, ഇവരൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു വാക്യം മുഴുവനായും വരുന്ന ഡോക്യുമെന്റുകളാണ് തിരയുന്നതെങ്കിൽ ആ വാക്യം ഉദ്ധരണിയിൽ നൽകി സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ തിരയുമ്പോൾ ആ വാക്യത്തിലെ ഓരോ വാക്കും അതേ ക്രമത്തിൽ വരുന്ന ഡോക്യുമെന്റുകൾ മാത്രമാണ് സെർച്ച് ബോക്സിൽ താഴെ ലഭ്യമാകുക. ഉദാഹരണം, ഡിഫൈൻ ഉപയോഗിക്കുന്ന തെരച്ചിൽ. ഒരു വാക്കിന്റെ നിഘണ്ടുവിലെ അർത്ഥവും വിവരണവും അറിയണമെങ്കിൽ തിരയുന്ന വാക്കിന് മുകളിലായി ഡിഫൈൻ ചേർത്താൽ മതി. അതിന്റെ വാക്ക് ഇത് ചേർക്കുക, ഡിഫൈൻ. ആ വാക്കിനെ കുറിച്ച് അതിന്റെ അർത്ഥമൊക്കെ അറിയണമെങ്കിൽ. ഉദാഹരണം, ഡിഫൈൻ അസസറീസ്. നാം ആഗ്രഹിക്കുന്ന റിസോഴ്സുകൾ കൃത്യമായി ലഭിക്കുന്ന ഇത്തരം നിരവധി മാർഗങ്ങളുണ്ട്. മറ്റു മാർഗങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. ഇന്റർനെറ്റിൽ നിന്ന് റിസോഴ്സുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പകർപ്പവകാശമുള്ളതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മൊബൈൽ കമ്പ്യൂട്ടിംഗ്, മൊബൈൽ ആപ്പുകൾ. തുടക്കത്തിൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ മാത്രമേ ഇന്റർനെറ്റ് സേവനങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നുള്ളൂ. ആദ്യം എങ്ങനെയായിരുന്നു? കാരണം നമുക്ക് കിട്ടിയ മൊബൈലുകൾ സംസാരിക്കാൻ മാത്രം, വിളിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് അങ്ങനത്തെ കാര്യം ഉപയോഗിക്കാറില്ല. ചിലർ ചുരുക്കമായിട്ട് ഉപയോഗിക്കും വിളിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒക്കെ കമ്പ്യൂട്ടറിന്റെ രൂപവും ഭാവവും തന്നെ മാറി. ഇപ്പൊ എല്ലാം സ്മാർട്ട് ഫോണുകളാണ്. പിന്നീട് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയുടെ സഹായത്തോടെ ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും സ്മാർട്ട് ഫോണുകളും ഈ രംഗം കൈയടക്കി. ഈ ഉപകരണങ്ങൾ ചെറുതും അതോടൊപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് എന്നതാണ് ഇതിന് കാരണം. മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ വിവിധ സേവനങ്ങൾക്കായി മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കും. ഇന്റർനെറ്റിൽ കമ്പ്യൂട്ടറിലാത്ത എല്ലാ സേവനങ്ങളും മൊബൈലിൽ വേറെ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ടാവും, കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. ഇനി മൊബൈൽ ആപ്പുകൾ. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ വയർലെസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളാണ് മൊബൈൽ ആപ്പുകൾ എന്ന് വിളിക്കുന്നത്. മൊബൈൽ ആപ്പുകളെ നാറ്റീവ് ആപ്പുകൾ, വെബ് ബേസ്ഡ് ആപ്പുകൾ, ഹൈബ്രിഡ് ആപ്പുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. നാറ്റീവ് ആപ്പുകൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും പ്രവർത്തിക്കും, ഓഫ്ലൈൻ ആയിട്ട്. വെബ് ബേസ്ഡ് ആപ്പുകൾക്ക് പ്രവർത്തിക്കാൻ ഇന്റർനെറ്റ് കണക്ഷൻ കൂടിയേ തീരും. എന്നാൽ ഹൈബ്രിഡ് ആപ്പുകൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചും അല്ലാതെയും പ്രവർത്തിപ്പിക്കാനാവും. പക്ഷെ എപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ അതിനകത്ത് പറഞ്ഞാണ് HTTPS വാട്ട് ഈസ് techtarget.com ഡെഫിനിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ്
ടെക് ടാർഗറ്റ് എന്താണ്, അതിന് ഡെഫിനിഷനാണ് വേണ്ടത്, അതിന്റെ വിശദീകരണം. ആ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിശദീകരണമാണ് കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഇന്റർനെറ്റ് എന്ന തൊഴിലിടം, ഇന്റർനെറ്റ് ഇന്ന് ഏറ്റവും സാധ്യതയുള്ള ഒരു തൊഴിലിടം കൂടിയാണ് അല്ലെ. പണ്ടൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ, എഞ്ചിനീയറിംഗ് അതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റു ഒരുപാട് ഇലക്ട്രിക്കൽ, സിവിൽ, അങ്ങനെ ഓരോന്നൊക്കെയാണ് നമ്മൾ എടുക്കാറ് സാധാരണ. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇന്റർനെറ്റിനാണ്. അതുകൊണ്ട് എപ്പോഴും കമ്പ്യൂട്ടറാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ തൊഴിലവസരം തരുന്ന ഒന്നാണ് ഇന്റർനെറ്റ്. തന്നെ ഏറ്റവും സാധ്യതയുള്ള ഒരു തൊഴിലിടം കൂടിയാണ്. വെബ്സൈറ്റ് നിർമ്മാണം, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങി ഓൺലൈൻ ഡാറ്റ എൻട്രി വരെ വിവിധങ്ങളായ തൊഴിലവസരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. വളരെ കുറഞ്ഞ പരിശീലനം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ചില കമ്പ്യൂട്ടർ അധിഷ്ഠിത തൊഴിലുകൾ താഴെ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാരാണ് ഏറ്റവും മുന്നിൽ എന്ന് പറയുന്നത്. ലോകത്തില് കമ്പ്യൂട്ടറുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്, ഹാർഡ്വെയർ നിർമ്മിക്കാൻ ചൈന, മലേഷ്യ, ജപ്പാനൊക്കെ വളരെ മുന്നിലാണെങ്കിലും ഇതിന്റെ സോഫ്റ്റ്വെയർ രംഗത്ത് ആദ്യം അമേരിക്കയായിരുന്നു. ഇപ്പൊ അമേരിക്കയിലാണ് മുന്നിലിരുന്ന ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഇന്ത്യയാണ്. ഏറ്റവും ടെക്നിക്കലാണ്. നല്ല കഴിവുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വർക്ക് ചെയ്യുന്നു. അതിന് അധികം വിദ്യാഭ്യാസം വേണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം യുക്തിബോധമുള്ളവർക്ക് ഇന്റർനെറ്റ് വളരെ എളുപ്പത്തിൽ പഠിക്കാം, ഇന്റർനെറ്റിൽ വളരെ വിദഗ്ധരാവുകയും ചെയ്യാം. അപ്പൊ തൊഴിലവസരം കൂടുതലുണ്ട്. പക്ഷെ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനേക്കാളും കൂടുതൽ നല്ലൊരു ടെക്നിക്ക് വേറെ ആൾ കണ്ടുപിടിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഔട്ടായി പോകുന്നു. മൊബൈലുകൾ അങ്ങനെയല്ലേ. ഒരു 5-6 വർഷം മുമ്പുള്ള മൊബൈലിൽ ആരും ഉപയോഗിക്കുമോ? മൊബൈലിന്റെ എല്ലാം പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ പഴയ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, നെറ്റിന് സ്പീഡൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പഴയത് ഒഴിവാക്കിയിട്ട് പുതിയത് വേണം. പഴയ സാധനങ്ങളൊന്നും വില ഉണ്ടാവില്ല. ഇന്റർനെറ്റിലെ തൊഴിലവസരം വരുമ്പോഴും ഇങ്ങനെ തന്നെ. നമ്മുടെ ടെക്നിക്കിലേക്കാൾ നല്ല ടെക്നിക്ക് അറിയാവുന്ന ഒരാൾ വന്നാൽ നമ്മൾ പരാജയപ്പെടും. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും വിദ്യാഭ്യാസം നേടേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. മോഡേൺ ആയിട്ട് പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, നാട് ഓടുമ്പോൾ നടുവേ ഓടുക. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ കൃത്യമായി സെന്ററിൽ തന്നെ പഠിച്ച് നമ്മുടെ അറിവുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മാത്രമേ എല്ലാ തൊഴിലുകളും അങ്ങനെ തന്നെയാണ്. എങ്കിലും കമ്പ്യൂട്ടർ അത് പ്രത്യേകതയല്ല, അത് നമ്മൾ ഔട്ടായി. അപ്പോ വളരെ കുറഞ്ഞ പരിശീലനം നേടിയെടുക്കാൻ കഴിഞ്ഞ കമ്പ്യൂട്ടർ അധിഷ്ഠിത തൊഴിലുകൾ താഴെ കൊടുക്കുന്നു. ഡാറ്റ എൻട്രി, പ്രാദേശിക ഭാഷയും ഇംഗ്ലീഷ്, അത് വളരെ അത്യാവശ്യമാണ്. ടൈപ്പിംഗ് പരിശീലനം മാത്രമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണിത്. കയ്യെഴുത്ത് കൃതികളും പഴയ കാലങ്ങളിൽ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളും മറ്റും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ശേഖരിക്കും. നല്ല സ്പീഡുള്ളവർക്ക് അത് ടൈപ്പ് ചെയ്ത് ശേഖരിക്കാൻ പറ്റും. സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിക്കുമ്പോൾ മാനുവലായ രജിസ്റ്ററിലെ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്ക തുടങ്ങിയ കാര്യങ്ങൾ ഈ ജോലിയിലൂടെ പരിധിയിൽ വരുന്നു. പല ബാങ്കുകളിലും ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് കാലത്തേക്ക് ഇതായിരുന്നു. ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി മാറ്റും. ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ വേണ്ടി വരും. നല്ല സ്പീഡുള്ളവരെ കൊണ്ട് ഇതെല്ലാം ഫയലുകൾ അതിനകത്തേക്ക് മാറ്റാം. ഇപ്പോഴും ഉണ്ട് ചില ബാങ്കുകളൊക്കെ ഇതേപോലെ ഇതിനു വേണ്ടി മാത്രം ഒരു സെക്ഷൻ തന്നെയുണ്ട്. ചിലത് കണ്ടുപോകാനുണ്ടാവും, അത് പെട്ടെന്ന് തീരുന്നില്ല. ചില സ്ഥാപനങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കടയിൽ പോലും അങ്ങനെയാണല്ലോ. ഈ ജോലിയുടെ പരിധി വരുന്നത് പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷ് ഭാഷയും ടൈപ്പിംഗ് പരിജ്ഞാനമുണ്ടെങ്കിൽ ഈ മേഖലയിൽ കൂടുതൽ സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, പ്രാദേശിക ഭാഷയായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. ഇംഗ്ലീഷിൽ ആകെ 26 അക്ഷരം കുറെ ചിഹ്നങ്ങളിലേ ഉള്ളൂ. പക്ഷെ മലയാളം പോലുള്ള ഭാഷകളാണ് കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടാവും. അപ്പൊ കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് ടെക്നിക്ക് വേണം. അതിന് നല്ല നല്ല ആപ്ലിക്കേഷനുകളുണ്ട് അല്ലേ. മംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ ചില ആപ്ലിക്കേഷൻ ഉണ്ട്. തമാശയ്ക്ക് മംഗ്ലീഷ് എന്ന് പറയുന്നേ ഉള്ളൂ. യഥാർത്ഥത്തില് മലയാളത്തില് ഉള്ള അക്ഷരങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ നോക്കി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ ആ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയാൽ മതി, എവിടെയാണെന്നുള്ള ഈ ഇങ്ങനെ എഴുതിയാൽ മതി, എവിടെ ആണ്. ഇത് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് എവിടെയാണെന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ചില നീ NI എഴുതി കൊടുത്ത് ഞാൻ നീന്ന് എഴുതുള്ളൂ. അപ്പൊ ഇതേപോലെ നീ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെയാണ്. ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടി. പക്ഷെ ആ ചിലർക്ക് വളരെ സങ്കീർണമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും കിട്ടാൻ. അപ്പോ സാധാരണ ISM ഉപയോഗിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. ISM എന്ന മലയാള ഫോണ്ടുകളാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ പല വരുന്ന ഫോണ്ടുകളും പുതിയ ഫോണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി എളുപ്പമാവും. അതുപോലെ തന്നെ ചില സോഫ്റ്റ്വെയറുകളുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് മാറ്റാം. അവർ പറയണത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷിൽ പറയുന്ന അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് അതേപോലെ എഴുതാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകളുണ്ട്.
പക്ഷെ എന്തെങ്കിലും ചെറിയൊരു നാക്ക് വീഴാവുന്ന അത് തെറ്റിപ്പോകും. അപ്പോൾ അത് തിരുത്തണം. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഡൊമസ്റ്റിക് IT ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ. ഏത് തരം ഉൽപ്പന്നമാണെങ്കിലും അവയുടെ വിപണനം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകളും മറ്റും പരിഹരിക്കുന്നതിന് വിൽപ്പനാനന്തര സേവനങ്ങൾ. അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അത് രേഖപ്പെടുത്തി ആവശ്യമായ പരിഹാരത്തിനുള്ള നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള ആളുകളെ സ്ഥാപനങ്ങൾ നിയമിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഡേറ്റ എൻട്രി ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർമാരുടെ സേവനം ആവശ്യം വരുന്നത്. കമ്പ്യൂട്ടറും അനുബന്ധ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും ആശയവിനിമയ ശേഷി ഉള്ളവർക്ക് ചെയ്യാവുന്ന ജോലിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് കുറച്ച് നന്നായിട്ട് പരിജ്ഞാനമുള്ളവരായിരിക്കും. സംശയങ്ങളെല്ലാം അവിടെ ചേർക്കുക. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് കാണും. ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ. ചില ബാങ്കുകളിലൊക്കെ ഉണ്ടാവും കസ്റ്റമർ കെയർ, കസ്റ്റമറെ സഹായിക്കാൻ. കാരണം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും ക്ലർക്കിന്റെ അടുത്ത് കഴിയുമ്പോൾ അവരുടെ ജോലി തടസ്സപ്പെടും. ഇവരെടുത്ത് ചെന്നാൽ മതി, അവരത് വേണ്ട രീതിയിലെല്ലാം പറഞ്ഞു തരും. ചിലപ്പോൾ ആ ഫോമൊക്കെ ആണെങ്കിൽ പൂരിപ്പിച്ചും തരും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അങ്ങനെയുള്ളതാണ് ഡൊമസ്റ്റിക് IT ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ, ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത്. ഇനി ഡൊമസ്റ്റിക് CR, വോയിസ് നോൺ വോയിസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇന്ന് എല്ലാ സംരംഭങ്ങളിലും ഭാഗമാണ്. ഏതൊരു സ്ഥാപനത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം ജോലികൾ വോയിസ്, നോൺ വോയിസ് എന്നീ 2 തലങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം. ടെലിഫോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താവിന്റെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും മാനേജ് ചെയ്യുന്നതാണ് വോയിസ് CRMന്റെ ജോലി. ഇമെയിൽ, വെബ്സൈറ്റ് തുടങ്ങിയ കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താവിന്റെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുക എന്ന ജോലിയാണ് നോൺ വോയിസ് CRM നിർവഹിക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ജോലിയാണ്. വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മൊബൈലിന്റെ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇപ്പോൾ ഐഡിയ, വോഡാഫോൺ, ഇപ്പൊ രണ്ടെണ്ണം ചേർന്ന് VI ആണ്. ഇതിന്റെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് പറയും കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ചില നമ്പറുകൾ ഉണ്ടാവും. കസ്റ്റമർ കെയർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ നമ്പർ ആയിരിക്കും കൊടുക്കണം. 1 അടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സേവനങ്ങളാണ്, 2 അടിച്ചാൽ എന്തെല്ലാം സേവനങ്ങളാണ്. അവസാനം പറയുന്ന നമ്പറാണ് മിക്കവാറും 9 ആയിരിക്കും. കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് ചിലപ്പോൾ ചാർജ് വന്നു വരും. അത് അടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അടുത്ത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പൊ ഇപ്പോൾ വിളിക്കുന്ന കസ്റ്റമർ എക്സിക്യൂട്ടീവ് ആവില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ വേറെ ആളെ. അപ്പോൾ അതാണ് വോയിസ്. നോൺ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ട് വേണ്ട, ഒരു SMS അയച്ചാൽ മതി, അതിനൊരു കോഡ് ഉണ്ടാവും. ആ കോഡിൽ SMS അയച്ചാൽ നിങ്ങൾക്ക് മറുപടി തരും SMS. അതാണ് നോൺ വോയിസ്. ഇത്തരത്തിലുള്ള നിരവധി ജോലികൾ ഇന്റർനെറ്റിന്റെ ഉത്ഭവത്തിൽ ഉണ്ടായിട്ടുള്ളവയാണ്. ഇതിൽ പല ജോലികളും പഠനത്തോടൊപ്പം സമാന്തരമായി ചെയ്യാവുന്നതാണ്. അധികം പഠിക്കാനൊന്നുമില്ല, വളരെ കുറച്ചൊക്കെ നമ്മുടെ യുക്തിയാണ്. ഈ കമ്പ്യൂട്ടറിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് യുക്തി തന്നെ. നമുക്ക് യുക്തിയാണെങ്കിൽ ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. വിദ്യാഭ്യാസം വേണമെന്നില്ല കൂടുതൽ കാര്യങ്ങൾ. പക്ഷെ വായിക്കാനൊക്കെ ഇംഗ്ലീഷും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ കൂടുതൽ അറിവുകൾ നമ്മൾ നേടണം. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ കയറി അതിനകത്ത് വിക്കിപീഡിയയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞു കിട്ടും. ഈ മലയാളത്തിൽ കിട്ടാനുള്ള സംവിധാനമുണ്ട്, അതൊക്കെ മലയാളത്തിൽ തന്നെ തന്നു വരും. അപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നിങ്ങൾ തന്നെ ശേഖരിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരും.